നമ്മൾ പിന്നെ വെടികൊണ്ട മതിലെന്ന് പറഞ്ഞില്ലേ, അതാണ്. അതിൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കയറുന്നുള്ളത്. ഗാലറി 3 വെടികൊണ്ട മതിലിൻ്റെ ഉൾഭാഗമാണ് ഗുജറാൻവാല. ഇതിൽ കുറേ പേര് കഴിച്ചിട്ടുണ്ട്. എല്ലാം ലാലരട്ടൻ ചന്ദ്, മിസ്റ്ററി ഗോപാൽ സിംഗ്, കുറേ ആൾക്കാരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ, പിന്നെ കുറേ ആൾക്കാരെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചത്. അന്ന് വന്ന ന്യൂസാണ് കേട്ടോ, സ്പ്രെഡായ ന്യൂസുകളാണ്. സാങ്കേതിക വിദ്യയിലുണ്ടാക്കിയ ഒരിത് ഇവരായിരിക്കും നേതൃത്വം കൊടുത്ത ആൾക്കാർ. Why did you not adopt that course? I could disperse them for some time, then they would all come back and laugh at me and rebel as enemies of the crown. On the bar, you came to the conclusion. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം. എന്നത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കുറേ ചുറ്റി കറങ്ങാനുണ്ട് ഇവിടെ. ഇതിൻ്റെ ചുറ്റുഭാഗം മൊത്തം ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ആരോ പറത്തിയൊരു പട്ടം മരത്തിൽ കുടുങ്ങിയിട്ട് അവിടെ തന്നെ ആടി കളിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അടുത്തൊരു സ്ഥലമുണ്ട്. ഇവിടെയും നേരത്തെ ഒരു വാൾ കണ്ടില്ലേ, കുറേ വെടികൾ കൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെയും അതുപോലെ തന്നെ ഏകദേശം 36 ഇവിടെ ഉണ്ടാവുമല്ലോ. 36 വെടികൾ കൊണ്ട് പിന്നെ ബുള്ളറ്റ് കൊണ്ടൊരു മതിലാണിത്. ഇവിടെയുണ്ട്, ഇവിടെ കേട്ടത്. ഇവിടുത്തെ കണക്കിൽ ഇവിടുത്തെ ഈ മതിലിൽ 1ാമത്തെ ബുള്ളറ്റ് അത് തുടങ്ങി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 36 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താ കാലത്തിലുള്ള ബിൽഡിങ്ങാണ്. ഈ കൊണ്ടിട്ട് ഓട്ടമായതായിരിക്കും അല്ലേ, ഉള്ളിലേക്ക് തുളച്ചു പോയതായിരിക്കും. എന്താ അവിടെ ഒരു ഇത് കണ്ട, ചോന ഈ ഇഷ്ടിക അന്നത്തെ കാലത്ത് തന്നെ ഇഷ്ടിക ഇങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ മനുഷ്യന്മാരുടെ മേലിലെ കൊണ്ട് എത്ര പവർ ഉണ്ടാവും. കൊണ്ടിട്ട് പൊളിഞ്ഞായിരിക്കൂടാ. എൻ്റെ പൊന്ന്, ഇങ്ങനെ നടന്നു വന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ തുടക്കം മുതലേ കാണുന്ന ഒരു സ്തൂപമാണ് ഇത്. ഒരു ഓർമ്മക്കായിട്ടുണ്ടാക്കിയൊരു സ്തൂപം. ഇത് ഗ്രൗണ്ടിലല്ല അന്ന് വെടിവെച്ച് വന്ന് 300 ചില്ലറ ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടാവാം. നിരായുധരായ ആൾക്കാരെ വെടിവെച്ച് കൊന്ന, ബ്രിട്ടീഷ് പട്ടാളക്കാരെ വെടിവെച്ച് കൊന്ന ആ ഒരു സ്ഥലമാണ് ജാലിയൻവാല ബാഗ്. നമ്മളവിടെയുണ്ട് വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞിട്ട്, അത് വേറെ. ഇവരൊക്കെ കൊന്നതിന് കയ്യും കണക്കുമില്ല പണ്ടൊന്നും. അത്ര നിരപരാധികളായ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയാണ് ഈ ഒരു സ്ഥലം. സുബത്തിൻ്റെ അടുത്ത് മറ്റൊരു ബിൽഡിങ് കൂടിയുണ്ട്. ഇതിലും കുറേ ബുള്ളറ്റ് കൊണ്ട പാടുകളായിട്ട് പറയുന്നുണ്ട്. 28 ബുള്ളറ്റ് കൊണ്ട പാടുകളുണ്ടെന്ന് പറയുന്നത്. നമുക്കതും കൂടെ കാണാം. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു. എന്താ ഇവിടെ അപ്പോൾ ശരിക്കും വെടിവെച്ചത് പട്ടാളക്കാരിൽ നിന്നിട്ട് വെടിവെച്ചത്, ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ നിന്ന് വെടിവെച്ചത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ബുള്ളറ്റ് കൊണ്ട് പൊളിഞ്ഞു പോയതാട്ടോ. ഈ റൗണ്ടിൽ കാണുന്നതൊക്കെ ബുള്ളറ്റ് കൊണ്ട സ്ഥലങ്ങളാണ്. ബുള്ളറ്റ് കൊണ്ട് പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് കൊണ്ടാൽ എത്രത്തോളം പവർ ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ്, ചുറ്റുഭാഗത്തു നിന്നായിരിക്കും ഈ ഭാഗത്തു നിന്നാണ് മെയിൻ പട്ടാളക്കാർ വെടിവെച്ചത്. കാരണം ഇതൊന്നും ഇവിടെ കണ്ട്, പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ്, അങ്ങോട്ടാണ് വേറൊന്നുള്ളത്. ഫസ്റ്റ് കണ്ട ബിൽഡിങ് ആ ഭാഗത്താണ്. എന്ത് പവറാടാ ഈ സാധനമൊക്കെ പൊള്ളി. ഇതൊക്കെ മനുഷ്യന്മാർ തലക്കൊക്കെ കൊണ്ട് എങ്ങനെ ഉണ്ടാവും? തലച്ചോറോ കലങ്ങി പോവല്ലോ. ചറപറ വെച്ചത് തന്നെ, താഴെ മുകളിൽ എല്ലായിടത്തും ഉണ്ട്. എന്താ അന്ന് നമ്മളീ നിൽക്കുന്ന സാധനം പിന്നെ ഉണ്ടാക്കിയതാണ്.
എന്താ ഇത് അത്രയും താഴ്ച ഉണ്ടായിരുന്നു, ഈ താഴോട്ടൊക്കെ ഉണ്ട്, താഴോട്ടുണ്ട്, മുകളിലോട്ടുണ്ട്, തലക്കുണ്ട്. അതിനേക്കാൾ ചറപ്പറ വെക്കുന്നതാണ്, ആൾക്കാർ നോക്കി വെക്കുന്നൊന്നല്ല, തിരിഞ്ഞ് ഓടുന്ന മനുഷ്യന്മാരെ ഒറ്റ വെക്കൽ. ഇവിടെ സോൾവേഷൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട്, ഒരു സ്റ്റേജ് പോലെ, അതിൽ കുറേ മാർബിളിൻ്റെ കുറേ കല്ലുകൾ കൊത്തി വെച്ചിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭഗത് സിംഗിൻ്റെ ഒരു വാക്കുണ്ട്, ഭഗത് സിംഗിൻ്റെ വാക്കൊക്കെ, എന്നെ കൊല്ലാം പക്ഷെ എൻ്റെ ഐഡിയകളെ കൊല്ലാൻ പറ്റില്ല, എന്താ ഒരിക്കലും എൻ്റെ ഇതാക്കാം പക്ഷെ എൻ്റെ ഒരു സ്പ്രിറ്റിനെ ഒരിക്കലും കെടുത്തി കളയാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഭഗത് സിംഗ് പറഞ്ഞ വാക്കുകളത്. ഇങ്ങനെ ഓരോരുത്തരെ നേതാക്കന്മാർ ഓരോരുത്തരുടെ പ്രത്യേകിച്ചുള്ള വാക്കുകൾ ഓരോ സ്തൂപത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഗാർഡൻ ഉണ്ട്, ഗാർഡന് ചുറ്റുമാണ് നമ്മൾ ഇത്ര ടൈം കണ്ട സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഈ ഗാർഡൻ കഴിഞ്ഞ് ഇപ്പോൾ നേരെ പോകുന്നത് നേരെ എക്സിറ്റിലേക്കാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഓർമ്മകൾ ഉറങ്ങുന്ന ജാലിയൻ വാലാബാഗിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ജാലിയൻ വാലാബാഗിൻ്റെ കാഴ്ചകൾ. നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സ്വതന്ത്ര ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നുള്ളത് വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ പണ്ടത്തെ ആൾക്കാരെ ഇല്ലാതാക്കാൻ നോക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നെങ്കിൽ, അഥവാ ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാരായിരുന്നെങ്കിൽ, ഇന്ന് ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യക്കാരെ തന്നെ ആക്രമിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇവിടെയൊക്കെ വരുമ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഇപ്പോൾ ഇന്ത്യക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു തോന്നൽ വരുന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി ജാലിയൻ വാലാബാഗിൻ്റെ കാഴ്ചകൾ കഴിയാനായി. ഇവിടെ നിന്ന് നേരെ പോയിട്ട് അങ്ങോട്ട് പോയാൽ അവിടെ എക്സിറ്റാണ്. അൽഹംദുലില്ലാ, അടിപൊളി ഫുഡ്. ചപ്പാത്തിയും പിന്നെ ഒരു ചെറുപയറിൻ്റെ കറിയും, പിന്നെ എന്തായിരുന്നു മറ്റേ ഒരു പട്ടാണി കറിയും. ചപ്പാത്തി എത്ര ചപ്പാത്തി ആണെങ്കിൽ കിട്ടും. ഇതൊരു പായസം പോലെ നല്ല സാധനം, പിന്നെ വെള്ളം.